ദെൻ സ്റ്റെപ്പ് 6, നമ്മളിതുവരെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതൊക്കെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന സ്ലാബ് ഓക്കെ ആണോ, സഫിഷ്യൻ്റ് ആണോ എന്നത് കൺഫേം ചെയ്യണം. സോ സ്റ്റെപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്ത് റിക്വയേർഡ്. നമ്മളൊരു ഡെപ്ത് ഇവിടെ അസ്യൂം ചെയ്തെടുത്തതാണ്. അത് നമ്മൾ ഈ റിക്വയർഡായിട്ട് എത്ര തന്നെ വേണം എന്നുള്ളത് കണ്ടുപിടിക്കും. ആ കണ്ടുപിടിക്കുന്ന വാല്യൂവിനേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ ചെയ്ത കാര്യം ഓക്കെയാണ്. സോ അതിന് നമ്മളിവിടെ ഈ ഒരു ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ എടുക്കും. ആ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എടുക്കുന്നത് നമ്മുടെ SP16 കോഡിൽ ടേബിൾ നമ്പർ C ഇവിടെ കണ്ടോ നിങ്ങൾ, MU ലിമിറ്റ് FCK BD². ഇവിടെ നമ്മളെ കേസ് 415 ആണ്, 0.138 ആണ്. സോ ഇത് പ്രകാരം MU ലിമിറ്റ് FCK BD² എന്ന് പറയുന്നത് 0.138 ആണ്. ഇതിൽ നമുക്ക് എന്ത് ഫോം ചെയ്യാം? MU limit equal to 0.138 FCK BD² എന്ന് പറഞ്ഞൂടെ. സോ MU ലിമിറ്റിനെ നമ്മൾ MU ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് ഇവിടെ ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ആ കിട്ടുന്ന ഡിയുടെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്ത ഡി ഇല്ലേ, ആ ഡിനേക്കാളും ചെറുതാണെങ്കിൽ നമ്മളെ അസംഷൻ അല്ലെങ്കിൽ നമ്മൾ ഡിസൈന് നമുക്ക് കറക്റ്റാണെന്ന് പറയാം. സി MU ലിമിറ്റ് ഈക്വൽ ടു 0.138 FCK BD². MU ലിമിറ്റ് മാക്സിമം MUയുടെ വാല്യൂ 13.93 × 10⁶. 13.93 കിലോ ന്യൂട്ടൺ മീറ്ററിലായിരുന്നു. അതിനെ ന്യൂട്ടൺ മീറ്ററിലേക്ക് ആക്കുമ്പോൾ MM-ലേക്ക് ആക്കുമ്പോൾ എന്തായി? × 10⁶ ആയി. ദെൻ 0.138 FCKയുടെ വാല്യൂ 20, ബിയുടെ വാല്യൂ 1000, ഡിയുടെ വാല്യൂ നമ്മൾ അൺനോൺ ആണ്. സോ D is equal to root of 13.93 × 10⁶ divided by 0.138 × 20 × 1000, that is 71.04 mm. ഇതെന്ന് പറയുന്നത് നമ്മൾ എടുത്ത ഡീകാൽക്കുലേറ്റഡ്, അതായത് ഇത് ഡീകാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. അത് നമ്മൾ എടുത്ത അസ്യൂംഡ് വാല്യൂ 120 mm കുറവാണ്. സോ നമുക്ക് പറയാം എഫക്റ്റീവ് ഡെപ്ത് ഈസ് സഫിഷ്യൻറ്റ്. നമ്മൾ ചെയ്ത സ്ലാബിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് നമ്മൾ എടുത്തത് ശരിയാണ്. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദെൻ വി ഫൈൻഡ് ഔട്ട് ഏരിയ ഓഫ് സ്റ്റീൽ. അതായത് അവിടെ നമ്മൾ കൊടുത്ത റെയിൻഫോഴ്സ്മെൻറ്റ് ശരിയാണോ, അല്ലെങ്കിൽ ഏത് രീതിയിൽ കൊടുക്കണം, അത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, നമ്മൾ ഫസ്റ്റ് കോഡ്, അതായത് IS 456/2000 പേജ് നമ്പർ 96 Annex G. MU equal to 0.87 FI AST D into 1 minus FI divided by BD/FCK. ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇത് പ്രകാരം MUയുടെ വാല്യൂ നമുക്കറിയാം 0.87, FI 415, AST അൺനോൺ ആണ്, D 120 ആണ്, 1 minus FI 415, AST 20 × 1000 × 120, ഡിയുടെ വാല്യൂ. ഇത് നമ്മൾ വാല്യൂസൊക്കെ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ 43326 AST × 1 minus 1.729 × 10⁻⁻⁴ AST equal to 13.93 × 10⁶ കിട്ടും. ഈ ഇക്വേഷൻ നമ്മളൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? ASTയുടെ വാല്യൂ കിട്ടും. ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല, പ്രീവിയസ് ബീം ഡിസൈൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ AST എന്ന് പറയുന്നത് 341.7 mm² ആയി മാറും. സോ ഈ ASTയിൽ നമ്മൾ എത്ര ബാർസ് എത്ര സ്പേസിങ്ങിൽ കൊടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ ഞാനിവിടെ ഒരു 10 mm ബാർസാണ് യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് സ്പേസിങ് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രീവിയസ്ലി ചെയ്ത പോലെ 3 മെത്തേഡ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 10 mm ബാറിൻ്റെ AST ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഇത് 1000, π/4 × 10² divided by 341.70 × 1000, that is 229. Then second condition 3 × effective depth, 3 × 120, 360 mm. Third one 300 mm, least value. Then
ഈ മൂന്നിലെ ലീസ്റ്റ് വാല്യൂ. സോ പ്രൊവൈഡഡ് 10 mm bars at a spacing of 225 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഈ 29 ഞാൻ കുറച്ചൊന്ന് ചെറുതാക്കി 225 mm ആക്കിയിട്ടാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. സോ 225 സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൽ 10 mm ബാർസ് പ്രൊവൈഡ് ചെയ്യണം. ഇത്രയാണ് ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. സോ ആ 10 mm ബാർസിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന AST 10 mm ബാർസിൻ്റെ AST എന്ന് പറയുന്നത് π/4 ഇൻറ്റു 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 225 ഇൻറ്റു 1000 ആണ്. ദാറ്റ് ഈസ് 349.606 mm സ്ക്വയർ. സോ നമ്മൾ ആദ്യം ഡെപ്ത് റിക്വയർഡ് ആണോ എന്ന് കൺഫേം ചെയ്തു. അതിനുശേഷം ഏരിയ റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന നമ്പർ ഡയമീറ്റർ പ്രകാരം എത്രയാണ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് ഫോർ ഷിയർ ആണ്. സോ ഷിയർ എന്ന് പറയുമ്പം ടോ വി ആണ്. സോ ടോ വിയുടെയും ടോ സിയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂവും ഷിയർ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ടോ വി ഈസ് ലെസ് ദാൻ ടോ സി ആണെങ്കിൽ അതെന്താണ് നമ്മൾ ഷിയറിൻ്റെ കേസിൽ അവിടെ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സിൻ്റെ കേസിൽ അത് സേഫ് ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. സോ വി ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ടോ വി. ടോ വി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി ആണ്. ഷിയർ ഫോഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 23.643 ഇൻറ്റു 1000 ഇൻറ്റു 10⁻³ ചെയ്തതാണ്. ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 120. ഇപ്പോൾ അതൊക്കെ ന്യൂട്ടൺ പെർ എമ്മിലേക്ക് മാറി. സോ ദാറ്റ് ഈസ് 0.197 ന്യൂട്ടൺ പെർ mm സ്ക്വയറിലേക്ക് മാറി. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ടോ സി. സോ അതിന് IS 456 ടേബിൾ നമ്പർ 19 യൂസ് ചെയ്യണം. സോ ദിസ് ഈസ് ദ ടേബിൾ നമ്പർ 19. ഇതിൽ നമുക്ക് വേണ്ട വാല്യൂസ് 100 AST/BD, അതായത് PT വാല്യൂ നമുക്ക് വേണം, അതേപോലെ കോൺക്രീറ്റ് ഗ്രേഡ് വേണം. സോ PT വാല്യൂ 100 AST/BD, 100 ഇൻറ്റു 3 AST വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച AST ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 120, ദാറ്റ് ഈസ് 0.290. ദെൻ വി നോ M20 ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അത് പ്രകാരം നമ്മുടെ 0.290 ആണ്. സോ 0.25ൻ്റെയും 0.5ൻ്റെ ഇടയിലാണ് നമ്മുടെ വാല്യൂ. ഇപ്പം നമ്മളത് ഇൻ്റർപോളേറ്റ് ചെയ്യണം. 0.36 ആണ് 0.25ന് കറസ്പോണ്ടിങ്, 0.5ന് കറസ്പോണ്ടിങ് 0.48 ആണ്. ഇത് നമ്മൾ നേരെ ഇങ്ങനെ എടുത്ത് എഴുതുന്നു. 0.5ൻ്റെ വാല്യൂ 0.48, 0.290യുടെ വാല്യൂ ടോ സി നമ്മൾ കണ്ടുപിടിക്കണം, 0.25യുടെ വാല്യൂ 0.36. സോ പ്രീവിയസ്ലി നമ്മൾ ചെയ്ത പോലെ ഇൻ്റർപോളേറ്റ് ചെയ്യുക. 0.25 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ 0.25 മൈനസ് 0.290, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.36 മൈനസ് 0.48 ഡിവൈഡഡ് ബൈ 0.36 മൈനസ് ടോ സി. ദെൻ ഇക്വേഷൻ ഫോം ചെയ്ത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ടോ സിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ടോ സിയുടെ വാല്യൂ 0.379 ന്യൂട്ടൺ പെർ mm സ്ക്വയറിന് കിട്ടും. സോ ടോ സി 0.379 ആണ്, അതേപോലെ ടോ വി 0.197 ആണ്. സോ ടോ വി ഈസ് ലെസ് ദാൻ ടോ സി. സോ സ്ലാബ് ഈസ് സേഫ് എഗെയിൻസ്റ്റ് ഷിയർ. ആ ഒരു കണ്ടീഷൻ നമുക്കിവിടെ ഉറപ്പിക്കാം. ദെൻ വി മൂവ് ടു സ്റ്റെപ്പ് 9. ദാറ്റ് ഈസ് L/D റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിഫ്ലക്ഷനാണ്, ചെക്ക് ഫോർ ഡിഫ്ലക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പം L/D റേഷ്യോവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫ്ലക്ഷൻ പറയുക. സോ ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ L/D കാൽക്കുലേറ്റഡ് ഈസ് ലെസ് ദാൻ L/D പ്രൊവൈഡഡ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുക. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും? L/D കാൽക്കുലേറ്റഡ്, L 3390 ആണ്, D 120 ആണ്, ദാറ്റ് ഈസ് 28.25. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് L/D പ്രൊവൈഡഡ്. ഇതിന് ബേസിക് വാല്യൂ ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ L/D പ്രൊവൈഡഡ് കണ്ടുപിടിക്കുക. മോഡിഫിക്കേഷൻ ഫാക്ടറിനെ നമ്മൾ MF എന്നാണ് നൊട്ടേഷൻ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ബേസിക് വാല്യൂ കണ്ടുപിടിക്കണം. സോ IS 456 2000 പേജ് നമ്പർ 37 ക്ലോസ് നമ്പർ 23.2.1 എടുത്താൽ ബേസിക് വാല്യൂ ഓഫ് സ്പാൻ
ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ ഓഫ് ദ സ്പാൻ അപ് ടു 10 മീറ്റർ. ക്യാൻലിവർ ആകുമ്പം 7, സിംപ്ലി സപ്പോർട്ടഡ് ആകുമ്പം 20, കണ്ടിന്യൂസ് ആകുമ്പം 26. സോ ഇവിടെ കണ്ടിന്യൂസ് സ്ലാബാണ്. സോ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 26 ആയിരിക്കും. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് മോഡിഫിക്കേഷൻ ഫാക്ടർ. മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനും നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. IS 456 എടുത്തു കഴിഞ്ഞാൽ പേജ് നമ്പർ 38 കണ്ടോ നിങ്ങൾ ഈ ഒരു ഫിഗർ ഫോർ മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. FS എന്നാണ് നമ്മൾ മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നോട്ടേഷൻ ചെയ്യുന്നത്. 0.58 into FI ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീൽ റിക്വയർഡ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീൽ പ്രൊവൈഡഡ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ വിട്ട് കഴിഞ്ഞാൽ 0.58 into FY വെച്ചിട്ടും ചെയ്യും. സോ ഇവിടെ നമുക്ക് വാല്യൂസ് ഒന്ന് ആദ്യം കണ്ടുപിടിച്ച് നോക്കാം. സോ പി ടിയുടെ വാല്യൂവും വേണം. മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ ഇവിടെ തന്നിട്ടുള്ള ഗ്രാഫിൽ ഒരു ഭാഗത്ത് പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് പി ടിയുടെ വാല്യൂ, രണ്ടാമത്തെ ഭാഗത്ത് മോഡിഫിക്കേഷൻ ഫാക്ടർ, ഈ തന്നിട്ടുള്ള വാല്യൂ FS, അതായത് പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുക, അതേപോലെ പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റും കണ്ടുപിടിക്കുക, അതേപോലെ സ്ട്രെസ് ഓഫ് സർവീസും കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ഫാക്ടർ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ പി ടിയുടെ വാല്യൂ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 0.290. FSൻ്റെ വാല്യൂ 0.58 into FI 415. AST റിക്വയർഡ് 341 ആണ്. AST പ്രൊവൈഡഡ് 349 ആണ്. സോ 235.62 mm. സോ 235.62 mm ന്യൂട്ടൺ പെർ mm സ്ക്വയറും 0.290നും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം. സോ 230.35 അല്ലേ, അപ്പം ഇതിൻ്റെ ഇടയിലായിരിക്കും ആ ഒരു കർവ് വരിക. അതേപോലെ നമ്മൾ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0.290 ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു 0.2 ഇതായിരിക്കും. 290 എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. സോ ഇത് ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ മേലോട്ട് എടുക്കുന്നു, ഇവിടുന്ന് ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങോട്ട് എടുക്കുന്നു, ഏകദേശം ഇവിടെ ആയിരിക്കും അത് വരിക. സോ 1.26, അപ്പോൾ ഇത് 1.4 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ 1.5 ആയിരിക്കും. ഇതിൻ്റെയും സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരു 1.55 ആയിട്ട് നമ്മൾ ആ വാല്യൂ എടുക്കുന്നു. ഈ ഒരു കേവും ഈ ഒരു പോയിൻറ്റും മേലോട്ട് എടുക്കുന്നു, അതിന് ഇൻ്റർപോളേറ്റ് ചെയ്യുന്ന, അതായത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻറ്റിന് നമ്മൾ നേരെ ഈ ഒരു രീതിയിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു. ആ പോയിൻ്റ് എവിടെയാണോ എത്തുന്നത് അത് നമ്മൾ മോഡിഫിക്കേഷൻ ഫാക്ടർ സ്കെയിൽ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. സോ അത് പ്രകാരം ഇവിടെ നമുക്ക് 1.55 ആണ് മോഡിഫിക്കേഷൻ ഫാക്ടർ കിട്ടിയിട്ടുള്ളത്. സോ L/D പ്രൊവൈഡഡ് എന്ന് പറയുന്നത് എന്തായി മാറി? 26 ബേസിക് വാല്യൂ ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ 1.55, ദാറ്റ് ഈസ് 14.3. സോ L/D കാൽക്കുലേറ്റഡ് എന്ന് പറയുന്നത് 28.25 ആയിരുന്നു. സോ L/D കാൽക്കുലേറ്റഡ് ഈസ് ലെസ് ദാൻ L/D പ്രൊവൈഡഡ്. സോ സ്ലാബ് ഈസ് സേഫ് അഗെയിൻസ്റ്റ് ഡിഫ്ലക്ഷൻ. സോ ഫസ്റ്റ് നമ്മൾ ഷിയറിന് സേഫാണ്, അതേപോലെ സെക്കൻഡായിട്ട് എന്തും പറഞ്ഞു, ഡിഫ്ലക്ഷനും സേഫാണ്. സോ ഇത് പ്രകാരമുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റീൽ നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിനു വേണ്ടി ഫസ്റ്റ് നമ്മൾ AST ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ കണ്ടുപിടിക്കണം. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത പോലെ 0.12% ഓഫ് ഗ്രോസ് ഏരിയ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. സോ 0.12%, 0.12/100 ഇൻറ്റു ഗ്രോസ് ഏരിയ 1000, 1 മീറ്ററാണ് എടുത്തത്, 150 ഡെപ്തും. സോ 1000 ഇൻറ്റു 150, ദാറ്റ് ഈസ് 180 mm സ്ക്വയർ. സോ ഈ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ 8 mm ബാർസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അത് നമ്മൾ മുന്നേ പറഞ്ഞത് തന്നെയാണ്. സോ π/4 into 8 square by 180 into 1000, 279. Second condition 5 times of effective depth, 5 into 120, 600 mm. Third condition 450 mm. So ഇതിലെ ലീസ്റ്റ് വാല്യൂ എടുത്തു. സോ പ്രൊവൈഡ് 8 mm bars at a spacing of 270 mm center to center distance as distribution reinforcement in traverse direction. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഫക്റ്റീവ് ഡെപ്ത്ത്, ഓവറോൾ ഡെപ്ത്ത് കണ്ടുപിടിച്ചു, എഫക്റ്റീവ് സ്പാന് കണ്ടുപിടിച്ചു, അൾട്ടിമേറ്റ് ലോഡുകൾ കണ്ടുപിടിച്ചു, WUDയും WULഉം. ദെൻ ബെൻഡിങ് മൊമെൻറ്റ്
ഇൻ്റർമീഡിയറ്റ് ഉള്ളതടക്കം MU1, MU2, MU3, MU4 കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ നിന്ന് MU ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ഷിയർ ഫോഴ്സ് VU1, VU2, VU3, VU4 കണ്ടുപിടിച്ചു. അതിൽ നിന്ന് മാക്സിമം വാല്യൂ VU കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം എഫക്റ്റീവ് ഡെപ്ത് സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്തു. അതിനുശേഷം AST ഫൈൻഡ് ഔട്ട് ചെയ്തു. ടോട്ടൽ AST എത്ര AST ആണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം ഡിഫ്ലക്ഷൻ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്തു. ഷിയർ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്തു. അതായത് ടോവിയും ടോസിയും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ദെൻ അതിനുശേഷം ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്തു. ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ L/D റേഷ്യോ ആയിരുന്നു, അതും ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ അതിനുശേഷം AST പ്രൊവൈഡഡ് ആകുന്ന ഗ്രോസ് ഏരിയയിൽ എത്ര പ്രൊവൈഡഡ് ആകുന്നു എന്ന് കണ്ടുപിടിച്ചു. ഇത്രയാണ് ഒരു കണ്ടിന്യൂസ് ലാബിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്.